വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഒരു വർഷം ഏതാണ്ട് 2 കോടി ടൂറിസ്റ്റുകളാണ് ജമ്മു കാശ്മീരിലേക്ക് എത്തിയത് എന്നാണ്. 2 കോടി ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് വന്നു എന്നാണ്. ഒരു ടൂറിസ്റ്റ് 1000 രൂപ ചെലവഴിച്ചാൽ പോലും ജമ്മു കാശ്മീരിൻ്റെ സമ്പദ്ഘടനയിൽ എത്ര വലിയ തുകയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾ നന്നായി ജീവിക്കുന്നത്, നന്നായി സാമ്പത്തിക സാഹചര്യത്തിലേക്ക് എത്തുന്നത് പാകിസ്ഥാന് തീരെ സഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിഷ്ണു, തീർച്ചയായിട്ടും അല്പം മുന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അതോടൊപ്പം തന്നെ വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അതോടൊപ്പം തന്നെ കേണൽ സോഫിയ ഖുറേഷി എന്നിവർ മാധ്യമങ്ങളെ കണ്ടത്. കൃത്യമായി തന്നെ വിക്രം മിസ്രി പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാന്റെ പങ്ക് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ വ്യക്തമാണ് എന്നതാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഒരു മതസ്പർദ്ധ വളർത്തുക എന്നതടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം പഹൽഗാമിൽ നടത്തിയത്. കാശ്മീരിനെ സംബന്ധിച്ച് ടൂറിസം വളരെ വലിയ തോതിൽ ഈ ടൂറിസം നടക്കുന്നുണ്ട്. നിരവധി ടൂറിസ്റ്റുകൾ 2 കോടിയോളം ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാശ്മീരിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ടൂറിസത്തിലൂടെ കാശ്മീർ ജനത വലിയൊരു സാമ്പത്തിക ഭദ്രതയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഇത്ര വലിയൊരു പ്രകോപനപരമായ നടപടിയിലേക്ക് പോയത് എന്നതാണ് വിക്രം മിസ്രി ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ സോഫിയ ഖുറേഷി അടക്കം ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് അതിനെ വളർത്താനാണ് ശ്രമിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ഒന്നും ചെയ്യുന്നില്ല. പാകിസ്ഥാനിലെ ഈ ഭീകരത ക്യാമ്പുകളാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളോ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ആക്രമിച്ചിട്ടില്ല എന്നതാണ് വ്യോമിക സിംഗ് ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ 9 കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ ഈ ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ ഇവരുടെയൊക്കെ ക്യാമ്പുകളിലേക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വാർത്താ സമ്മേളനത്തിൽ സോഫിയ ഖുറേഷി അടക്കം കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അജ്മൽ കസബ് അടക്കം പരിശീലനം നേടിയ മെഹ്മൂന ക്യാമ്പ് അടക്കമാണ് ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനി ഇതിന്റെ പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണ്. ഇന്ത്യൻ സേന പൂർണ്ണമായിട്ടും സജ്ജമാണ് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷമി.